ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഇന്ന് മറ്റൊരു ക്രിക്കറ്റ് ആവേശത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. T20 ലോകകപ്പിലെ നിർണായകമായ പോരാട്ടത്തിൽ ഇന്ത്യ നമീബിയെ നേരിടുമ്പോൾ ആരാധകരുടെ എല്ലാം ശ്രദ്ധാകേന്ദ്രം മലയാളി താരം സഞ്ജു സാംസൺ ആയിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനും അനിശ്ചിതത്വങ്ങൾക്കും ശേഷം സഞ്ജു തന്റെ കരിയറിലെ ആദ്യ ലോകകപ്പ് മത്സരം കളിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ ഇന്ത്യൻ ക്രിക്കറ്റ് വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. മത്സരത്തിന് മുന്നോടിയായുള്ള പരിശീലന സെഷനുകളിൽ സഞ്ജു സാംസൺ മികച്ച ഫോമിലാണ്. നെറ്റ്സിൽ സഞ്ജു പന്ത് മിഡിൽ ചെയ്യുന്ന രീതിയും അദ്ദേഹത്തിന്റെ ഷോട്ട് സെലക്ഷനും സഹതാരങ്ങളെ പോലും അമ്പരപ്പിക്കുകയാണ്. സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവ് നേരിൽ കണ്ട സഹതാരം തിലക് വർമ്മയുടെ പ്രതികരണം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. സഞ്ജു പന്ത് അനായാസം സ്റ്റേഡിയത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പായിക്കുന്നത് നോക്കി നിന്ന തിലക് വർമ്മ ഷോട്ട് യാർ സഞ്ജു ഭായ് എന്ന് വിളിച്ച് കൈയടിക്കുന്നത് ICC പങ്കുവച്ച വീഡിയോയിൽ കാണാം. ഒരു താരം എന്ന നിലയിൽ സഞ്ജുവിന്റെ സാങ്കേതിക തികവും ടൈമിങ്ങും എത്രത്തോളം കൃത്യമാണെന്ന് ഈ ദൃശ്യങ്ങൾ അടിവരയിടുന്നു. ന്യൂസിലൻഡ് പരമ്പരയിലെ തിരിച്ചടികൾക്ക് ശേഷം കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും സഞ്ജു ക്രീസിൽ എത്തുന്നു എന്ന സൂചനയാണ് ഈ പരിശീലന പ്രകടനം നൽകുന്നത്. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ പുതിയ സെൻസേഷനും ICC T20 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള താരവുമായ അഭിഷേക് ശർമ്മയുടെ അപ്രതീക്ഷിത ആരോഗ്യ പ്രശ്നങ്ങളാണ് സഞ്ജുവിന് മുന്നിൽ വഴി തുറന്നത്. ഉദരസംബന്ധമായ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിഷേകിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നിലവിൽ അദ്ദേഹം ആശുപത്രി വിട്ടെങ്കിലും പൂർണ്ണമായി കായികക്ഷമത കൈവരിച്ചിട്ടില്ല. ടൂർണമെന്റിനെ തുടർന്നുള്ള നിർണായക മത്സരങ്ങളിൽ അഭിഷേകിന്റെ സേവനം ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനാൽ നമീബിയക്കെതിരായ മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകാനും പകരം സഞ്ജു സാംസനെ പരീക്ഷിക്കാനും ടീം മാനേജ്മെന്റ് തീരുമാനിച്ചതായാണ് സൂചന. സഹപരിശീലകൻ റയാൻ ടെൻ ഡോഷറ്റ് അഭിഷേകിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു. അഭിഷേക് ഉടൻ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴേ നമീബിയക്കെതിരെ സഞ്ജുവിന് അവസരം നൽകുന്നത് ടീമിന് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ചരിത്രപരമാണ്. 2024 T20 ലോകകപ്പ് സ്ക്വാഡിൽ സഞ്ജു ഇടം പിടിച്ചിരുന്നെങ്കിലും അന്ന് ഒരു മത്സരത്തിൽ പോലും കളത്തിലിറങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ലോകകപ്പ് പോലൊരു വലിയ വേദിക്കായി വർഷങ്ങളായി കാത്തിരിക്കുന്ന ഈ താരത്തിന് നമീബിയക്കെതിരായ മത്സരം തന്റെ കഴിവും ക്ലാസും തെളിയിക്കാനുള്ള സുവർണ അവസരമാണ്. ന്യൂസിലൻഡിനെതിരെ നടന്ന 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ സഞ്ജുവിന് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. വെറും 46 റൺസ് മാത്രമാണ് ആ പരമ്പരയിൽ അദ്ദേഹത്തിന് നേടാനായത്. ഇതേസമയം ഇഷാൻ കിഷൻ മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ സഞ്ജുവിന്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടു. USA-ക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ ഇഷാൻ കിഷൻ അഭിഷേകിനൊപ്പം ഓപ്പണറായി ഇറങ്ങുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ പുതിയ അവസരം സഞ്ജു എങ്ങനെ മുതലെടുക്കും എന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ നിർണായകമായ ഒന്നായിരിക്കും. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. അപ്രതീക്ഷിതമായി USA ഉയർത്തിയ വെല്ലുവിളിയിൽ ഇന്ത്യൻ മുൻനിര തകർന്നടിഞ്ഞു. ഒരു ഘട്ടത്തിൽ 73 റൺസിന് 6 വിക്കറ്റ് എന്ന പരിതാപകരമായ നിലയിലായിരുന്നു ഇന്ത്യ. അവിടെ നിന്നും സൂര്യകുമാർ യാദവ് നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത്. 49 പന്തിൽ 84 റൺസ് നേടിയ സൂര്യകുമാറിന്റെ ഇന്നിംഗ്സ് ഇന്ത്യൻ ബാറ്റിംഗിലെ പാളിച്ചകൾ വെളിപ്പെടുത്തിയിരുന്നു. ബാറ്റിംഗിൽ മുഹമ്മദ് സിറാജ് നടത്തിയ പ്രകടനം ഇന്ത്യക്ക് ആശ്വാസമായി. നമീബിയക്കെതിരെ ഇറങ്ങുമ്പോൾ ഇത്തരം പാളിച്ചകൾ ആവർത്തിക്കാതിരിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. സഞ്ജു സാംസൺ മിഡിൽ ഓർഡറിലോ ഓപ്പണിംഗിലോ എത്തുമ്പോൾ അത് ബാറ്റിംഗ് നിരയ്ക്ക് കൂടുതൽ ആഴവും സ്ഥിരതയും നൽകുമെന്ന് കരുതപ്പെടുന്നു. നമീബിയ ഒരു ചെറിയ ടീമാണെങ്കിലും അവരെ നിസ്സാരരായി കാണാൻ ഇന്ത്യ തയ്യാറല്ല. അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജു സാംസൺ എത്തുമ്പോൾ ബാറ്റിംഗ് ക്രമത്തിൽ മാറ്റമുണ്ടാകാം. വാഷിംഗ്ടൺ സുന്ദർ ടീമിനൊപ്പം ചേർന്നത് ഓൾറൗണ്ട് കരുത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്. സഞ്ജു തന്റേതായ ശൈലിയിൽ കളിച്ചാൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ വലിയൊരു സ്കോർ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കും. മലയാളി ആരാധകരെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിന്റെ ലോകകപ്പ് അരങ്ങേറ്റം വലിയൊരു ആഘോഷമാണ്. ഏറെക്കാലമായി ഉയരുന്ന സഞ്ജുവിന് അവസരം നൽകുക എന്ന മുറവിളിക്ക് ഒടുവിൽ പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. നമീബിയക്കെതിരെ മികച്ചൊരു ഇന്നിംഗ്സ് കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ ടീമിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനും വരാനിരിക്കുന്ന വലിയ മത്സരങ്ങളിൽ സെലക്ടർമാരുടെ വിശ്വാസം നേടിയെടുക്കാനും സഞ്ജുവിന് സാധിക്കും. ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത് സഞ്ജുവിന്റെ ആ ബാറ്റിംഗിൽ നിന്നുള്ള ക്ലാസിക് ഷോട്ടുകൾക്കായാണ്. തിലക് വർമ്മ പറഞ്ഞതുപോലെ സഞ്ജു ഭായ് നെറ്റ്സിൽ കാണിച്ച മികവ് മൈതാനത്തും ആവർത്തിച്ചാൽ നമീബിയക്കെതിരെ ഇന്ത്യക്ക് അനായാസം ജയിക്കാൻ സാധിക്കും. സഞ്ജുവിന്റെ കരിയറിലെ ഈ ആദ്യ ലോകകപ്പ് മത്സരം അദ്ദേഹത്തിനൊരു പുതിയ തുടക്കമാകട്ടെ എന്നും നമുക്ക് ആശംസിക്കാം.